ചേർന്നിടാം. പാടുവിൻ ഗീതികൾ വിണ്ണിൽ രാജരാജനായി. പാടുവിൻ സങ്കീർത്തനം മണ്ണിൽ രക്ഷകൻ നാഥനായി. സ്വർഗം തുറന്നിതാ ജീവന്റെ യാഗം തുടങ്ങാം. ഇടയനും അജഗണവും നമ്മൾ ഒരുമയോടെ ബലിയർപ്പിച്ചിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഡിസംബർ 8-ാം തീയതിയായ ഇന്ന് നമ്മൾ പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ മഹോത്സവം കൊണ്ടാടുകയാണ്. പരിശുദ്ധ മറിയം തൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം ദൈവത്തിൻ്റെ പ്രത്യേക കരുണയാൽ ഉത്ഭവ പാപത്തിൽ നിന്ന് മോചിതയായിരുന്നു. ഉത്ഭവ പാപമേശാതെ തുടക്കം ഉത്ഭവം മുതലേ നിർമ്മലയായി പരിശുദ്ധ മറിയം കാത്ത് സംരക്ഷിക്കപ്പെട്ടു എന്ന വിശ്വാസ സത്യമായി കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുകയാണ്. 1854 9-ാം പിയൂസ് മാർപ്പാപ്പ അതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ കത്തോലിക്കരായ നമ്മൾ വിശ്വാസ പ്രമാണത്തോടൊപ്പം നിർബന്ധമായും വിശ്വസിക്കുന്ന ഒരു സത്യമാണ് മറിയം അമലോത്ഭവയാണ് എന്നത്. ഇത് പരിശുദ്ധ മറിയം തന്നെ അംഗീകരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ 1858 ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട മാതാവ് ബെർണഡിറ്റ് മാതാവിൻ്റെ പേര് ചോദിക്കുമ്പോൾ അതിന് മാതാവ് കൊടുക്കുന്ന ഉത്തരം ഞാൻ അമലോത്ഭവമാണ്, ഐ ആം ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ. അതാണ് ഇപ്പോൾ മറിയത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് തന്നെ അതാണ്. ആകയാൽ പരിശുദ്ധ മറിയം അമലോത്ഭവയാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അനന്തമായ രക്ഷാകര പരിപാലനയെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ തിരുബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. നമ്മളും അമ്മയെപ്പോലെ വിശുദ്ധിയിൽ വളരാനുള്ള കൃപ ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ബലിയിൽ സിസ്റ്റർ മേരി ഇമ്മാക്കുലേറ്റ് നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ആരാധനാ മഠത്തിൽ മിണ്ടാമഠത്തിൽ സിസ്റ്ററായ മേരി ഇമ്മാക്കുലേറ്റ് തൻ്റെ തിരുനാൾ ദിനമായതുകൊണ്ട് ഫീസ്റ്റ് ആഘോഷിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. ബിജു തോമസ് ആൻഡ് കുടുംബം അമലോത്ഭവ മാതാവിന് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരർ സിസ്റ്റർ കലാവതി, സിസ്റ്റർ മേരി ആൻ, കുമാരി വില്യംസ് പുത്തമ്പുരയ്ക്കൽ, അത്തിപ്പൊഴി ശബരിയേർ ലൂസി, പുന്നയ്ക്കൽ വിക്ടോറി വർഗീസ്, ജോസഫ് ആൻഡ് റോസ കുരിശിങ്കൽ, മേരി ആൻ്റണി കുരിശിങ്കൽ, ആൻ്റണി മറിയം ഓടത്തക്കൽ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ ബെസമറിയത്തോടും എല്ലാ മലാഖന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത്
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്കു ശാന്തിയുമേ. ദൈവമേ ദൈവത്തിൻ കുഞ്ഞാടേ, ദൈവത്തിൻ സൂര്യേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. പിതാവിന്റെ ആശത്തിൽ നിർവലം വാഗതിരുന്നിടും രക്ഷകേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സ്വരൂപൻ പിതാവുകൻ നിത്യമഹിമാവിൻ തേജസ്സിൽ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, മാത്രം പരിപാവനൻ അംഗതലേഖനം മാത്രം പരമോന്നതൻ ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി അങ്ങേ പുത്രന് സമുചിതമായ വാസസ്ഥലം അങ്ങ് സജ്ജമാക്കിയല്ലോ. അങ്ങേ പുത്രൻ്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട്
പരിശുദ്ധ കന്യകയെ എല്ലാ പാപക്കറകളിൽ നിന്നും അങ്ങ് കാത്തു രക്ഷിച്ചു. പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ്യം വഴി ഞങ്ങളെയും നിർമ്മലരാക്കി അങ്ങിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. അമലോത്ഭവ തിരുനാൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 9 മുതൽ 15 വരെയും 20 തിരുവചനങ്ങൾ. ദൈവമായ കർത്താവ് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച ആദത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ. അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നു. അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിനു തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു. ഞാൻ അത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ നിന്ന്
സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. നമുക്ക് 2 മിനിറ്റ് നേരത്തേക്ക് ഒന്നിരിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തെ ദൈവദൂതൻ വിശേഷിപ്പിക്കുന്നത് കൃപ നിറഞ്ഞവളെ. മറിയം അമലോത്ഭവയാണെന്നതിൻ്റെ ബൈബിളിലെ ഏറ്റവും ശക്തമായ തെളിവാണ്. കൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞവളാണ്. അതുകൊണ്ട് തിന്മ ഇല്ല. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലന കൊണ്ടാണ് ഇത് സാധിച്ചത്. അതായത് പൗലോസ്ലീഹ പറയും പോലെ, ഒരുവൻ മൂലം പാപം ലോകത്തിലേക്ക് വന്നു, അവനിലൂടെ എല്ലാവരും പാപം ചെയ്തു.
ആദത്തിൻ്റെ പാപത്തിൽ നമ്മളൊക്കെ പങ്കാളികളാണ്. അതാണ് ഉത്ഭവ പാപം എന്ന് നാം പറയുന്നത്. അതൊരു ദുർഭഗാവസ്ഥയാണ്. പൗലോസ്ലീഹ തന്നെ പറയും, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഞാൻ എത്ര ദുർഭഗൻ എന്ന് പൗലോസ്ലീഹ പറയുന്ന ഈ ദുർഭഗാവസ്ഥയാണ് ഉത്ഭവ പാപം എന്ന് പറയുന്നത്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ സാധിക്കാതിരിക്കുകയും തിന്മ ചെയ്യരുതെന്ന് ആഗ്രഹിച്ചിട്ടും ചെയ്തു പോകുന്ന ദിസ് ടെൻഡൻസി ടു സിൻ, പാപത്തിലേക്കുള്ള ഈ പ്രേരണയെയാണ് ഉത്ഭവ പാപം എന്ന് നാം വിശേഷിപ്പിക്കുക. അത് ആദത്തിലൂടെ നമുക്ക് ലഭിച്ചു. അത് മറിയത്തിനില്ലായിരുന്നു എന്നതാണ് പ്രത്യേകത. ഈ പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ, ആ ഒരു ദുർഭഗാവസ്ഥ മറിയത്തിന് ഇല്ലായിരുന്നു. എന്നാൽ പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മറിയത്തിനുണ്ടായിരുന്നു. ആദത്തിനോ ഹവ്വയ്ക്കും ഉത്ഭവപാപമില്ലായിരുന്നു. പക്ഷെ അവർ പാപം ചെയ്തു. കാരണം അതിനുള്ള സ്വാതന്ത്ര്യം അതവർക്കും ഉണ്ടായിരുന്നു, മറിയത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്ഭവപാപത്തിൽ നിന്ന് മറിയം സംരക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ടാണെങ്കിൽ, ആ കൃപയോട് സഹകരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ പാപം ചെയ്യാതെ നിർമ്മലയായി ജീവിച്ചു വന്നത് മറിയത്തിൻ്റെയും ഒരു നേട്ടമാണ്. ഇന്ന് നമ്മൾ മറിയത്തിൻ്റെ ഈ നൈർമല്യത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ വചനം നമ്മളോട് പറയുക, ആകയാൽ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് നമുക്കുള്ള വിളി. മറിയത്തെ അമലോത്ഭവ മാതാവേ എന്ന് വിളിച്ച് വിശേഷിപ്പിച്ചാൽ മാത്രം പോരാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഈ വിശുദ്ധിയിലേക്കുള്ള വിളി നമുക്കെല്ലാവർക്കുമുള്ളതാണ്. മദർ തെരേസ പറയുന്നത് പോലെ, കോൾ ടു ഹോളിനെസ് ഈസ് നോട്ട് എ ലക്ഷറി ഓഫ് എ ഫ്യൂ, ഇറ്റ് ഈസ് എ നെസസിറ്റി ഫോർ ഓൾ. വിശുദ്ധിയിലേക്കുള്ള വിളി എന്ന് പറയുന്നത് കുറച്ചു പേർക്കുള്ള ഒരു ആഡംബരമല്ല, എല്ലാവരുടെയും അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ഒരൊഴികഴിവുമില്ല നമുക്ക് പറയാൻ. അതുകൊണ്ട് മറിയത്തെപ്പോലെ ദൈവത്തിൻ്റെ കൃപയോട് സഹകരിക്കുക. അപ്പോൾ വിശുദ്ധിയിൽ വളരാൻ നമുക്ക് സാധിക്കും. ഈ മുള്ളൊന്ന് മാറ്റിത്തരണമേ എന്ന് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും, എനിക്ക് നിനക്ക് എൻ്റെ കൃപ മതി. അതുകൊണ്ട് പാപം ചെയ്യാനുള്ള പ്രേരണ നമുക്കുണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൃപയോട് സഹകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് സാധിക്കും. അതാണ് മറിയം ഇന്ന് നമ്മളോട് പറയുക. അതുകൊണ്ട് പാപത്തിൽ വീഴാതിരിക്കുക, വിശുദ്ധിയിൽ വളരുക. വിശുദ്ധി എന്നത് അടിസ്ഥാനപരമായിട്ട് സ്നേഹമാണ്. നാം സ്നേഹത്തിൽ വളരുന്നതാണ് വിശുദ്ധിയിലെ വളർച്ച. അതുകൊണ്ട് സ്നേഹത്തിൽ വളർന്ന് അമലോത്ഭവ മാതാവിൻ്റെ വിശുദ്ധ മക്കളായി വളരാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് അമലോത്ഭവ മാതാവ് വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരരെ, ഈ സ്നേഹബലി അർപ്പിക്കുന്ന നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും മറ്റെല്ലാ സഭാ നേതാക്കന്മാരെയും എല്ലാ സഭാ മക്കളെയും വിശുദ്ധിയിലേക്കുള്ള വിളിയിൽ വളരുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അമലോത്ഭവ മാതാവിൻ്റെ മക്കളായ ഞങ്ങൾ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്നേഹത്തിൽ വളർന്ന് അങ്ങയുടെ തിരുമുൻപിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് തിരുനാൾ ദിനം ആഘോഷിക്കുന്ന സിസ്റ്റർ മേരി ഇമ്മാക്കുലേറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാവിന് നന്ദി പറയുന്ന ബിജു തോമസ് കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമലോത്ഭവ മാതാവിൻ്റെ കൃപയും സംരക്ഷണവും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന
റോസ് മാരി സന്തോഷ് പുത്തമ്പുരയ്ക്കൽ, നീഹാൻ റൊമേഗ്, ലൂലു എന്നിവരെ കർത്താവെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അമലോത്ഭവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ അങ്ങയുടെ സ്നേഹത്തിലെ ഈ പ്രിയ മക്കളെ കാത്തുപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരർ സിസ്റ്റർ കലാവതി, സിസ്റ്റർ മേരി ആൻ, കുമാരി വില്യംസ് പുത്തമ്പരയ്ക്കൽ, ലൂസി ശൗര്യർ അത്തിപ്പൊഴി, വിക്ടോറി വർഗീസ് പുന്നയ്ക്കൽ, റോസ കുരിശുങ്കൽ, മേരി ആൻ്റണി മറിയം എന്നിവരെ സമർപ്പിക്കുന്നു. അങ്ങയുടെ നിത്യ സൗഭാഗ്യത്തിൽ ഇവർക്ക് പങ്കാളിത്തം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കളെ എല്ലാ അധ്വാനങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അമലോത്ഭവ മാതാവിൻ്റെ സംരക്ഷണത്താൽ എല്ലാവിധ തിന്മകളിൽ നിന്നും, കൊറോണ രോഗബാധയിൽ നിന്നും, മറ്റു തിന്മകളിൽ നിന്നും ഞങ്ങൾ കാത്ത് സംരക്ഷിക്കപ്പെടുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ഭാരത് ബന്ധം കർഷക സമരവും ഞങ്ങൾ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർഷകരുടെയും പാവപ്പെട്ടവരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്ന മനോഭാവം ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് നൽകുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. അമലോത്ഭവ മാതാവിൻ്റെ വത്സല മക്കളായി മുന്നേറുവാൻ അങ്ങ് നിരന്തരം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടുള്ളണമേ. ആമേൻ. കാഴ്ചയേകാൻ സമയമാ ഒരുക്കിടാം മനതാലവും. കാഴ്ചയേകാൻ സമയമാ ഒരുക്കിടാം മനതാലവും. പൂർണ്ണമായും നൽകുവാൻ മനസ്സു നൽകണേ ദൈവമേ. പൂർണ്ണമായും നൽകുവാൻ മനസ്സു നൽകണേ ദൈവമേ. കാഴ്ചയേകാൻ സമയമാ ഒരുക്കിടാം മനതാലവും. സ്വീകരിക്കണമേ കാഴ്ചദ്രവ്യങ്ങൾ. സ്വീകരിക്കണമേ കാഴ്ചദ്രവ്യങ്ങൾ. ആശകൾ പ്രതീക്ഷകൾ ആദിവ്യാധികളും. ആശകൾ പ്രതീക്ഷകൾ ആദിവ്യാധികളും. കാഴ്ചയേകാൻ സമയമാ ഒരുക്കിടാം മനതാലവും. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി കാരുണ്യവാനായ ദൈവത്തിന്
സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹനയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ മഹോത്സവത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന രക്ഷാകരമായ ബലി കനിവോടെ സ്വീകരിക്കണമേ. അങ്ങേ മുൻകൂട്ടിയുള്ള കൃപയാൽ പരിശുദ്ധ കന്യക എല്ലാ പാപക്കറകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങളും പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ്യം വഴി എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തരാകാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവീസ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും അങ്ങ് സംരക്ഷിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ കൃപയുടെ പൂർണ്ണതയാൽ അലങ്കരിച്ച പരിശുദ്ധ കന്യകയിൽ അങ്ങേ പുത്രന് സമുചിതമായ മാതാവിനെ അങ്ങ് ഒരുക്കുകയും അവിടുത്തെ കറയും ചുളിവുമില്ലാത്ത മനോഹര വധുവായ സഭയുടെ ആരംഭമായി അങ്ങ് ദ്യോതിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും പരിശുദ്ധ കന്യക ഞങ്ങളുടെ പാപങ്ങൾ നീക്കിക്കളയുന്ന നിർമ്മല കുഞ്ഞാടായ പുത്രനെ പ്രദാനം ചെയ്യുന്നവളാകുന്നു. ഈ കന്യകയെ എല്ലാവർക്കും ഉപരിയായി അങ്ങേ ജനത്തിന് കൃപയുടെ മധ്യസ്ഥയായും വിശുദ്ധിയുടെ മാതൃകയായും അങ്ങ് നിയോഗിച്ചുവല്ലോ. ആകയാൽ മലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ആഹ്ലാദപൂർവം അങ്ങേ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവമങ്ങേ മഹിമകളാ നിറഞ്ഞ മഹിയും പിൻബലവും. ഹോസാന ഹോസാന തങ്ങൾ ഹോസാന ഹോസാന ഹോസാന. കർത്താവിന്റെ നാമത്തിൽ ഒരുപോലേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന തങ്ങൾ ഹോസാന ഹോസാന ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച്
മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുനാഥൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടും സന്യാസികളോടും വിശ്വാസികളോടുമൊത്ത് അങ്ങയുടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും മരിച്ചുപോയി നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശുനാഥനെ സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് പരമമായ ആരാധന നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവം സ്നേഹപിതാവാൻ പരിശുദ്ധ മറിയത്തെ ഉത്ഭവ പാപത്തിൽ നിന്ന് പരിരക്ഷിച്ച നല്ലവനായ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് അങ്ങയുടെ സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. യോഗ്യനല്ല, അങ്ങൊരു വാക്ക് ക്ഷണിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ്. ക്രിസ്തുനാഥൻ്റെ ശരീരരക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ.
നിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം ദിവ്യകാരുണ്യം നിന്നിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം മനുജനായി സ്വന്തദേഹം വാഴ്ത്തി മുറിച്ചേകും മനസ്സിലെ ദീപമായി ജ്വാല പകർന്നീടും മറുപാടിൽ നീങ്ങും മർത്തിരുമേഘക്കടലേകും ദിവ്യകാരുണ്യം നിന്നിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം ഇരുളേറും വഴികളിൽ അഴലേറും യാത്രയിൽ ദിവ്യകാരുണ്യം നിന്നിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം നമുക്കൊരു സ്തോത്രഗീതം ആലപിക്കാം. ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു നന്ദിക്കായി സ്തോത്രങ്ങൾ പാരിതിന്നതിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു നിത്യസൽപിതാവാകുമങ്ങേ ആരാധിക്കുന്നു പാരാകെ ആരാധിക്കുന്നു പാരാകെ ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗ്ഗവാസികൾ സർവ്വരും സ്വർഗ്ഗവും ഭൂമിശാപങ്ങളും സ്വർഗ്ഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ. ഭക്തിയോനാഥാനിഞ്ജനങ്ങളിൽ ആശിസേകണേ നിത്യവും. നിത്യവും ഞങ്ങളങ്ങേ വാഴ്ത്തും നിൻ പാവനനാമവും സദാ നാമവും സദാ ഇന്നു ഞങ്ങളിൽ പാപമേശായ്വാൻ അനുഗ്രഹം നൽകണേ. നിന്നും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിലാശ സർവ്വതും
ലേശം ലജ്ജിക്കയില്ല ഞാൻ, ലേശം ലജ്ജിക്കയില്ല ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പരിശുദ്ധിയായ കന്യകാമറിയത്തിൻ്റെ പാപരഹിതമായ ഉത്ഭവം അങ്ങ് സവിശേഷമായി സംരക്ഷിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ഈ കൂദാശ ഞങ്ങളിലെ പാപത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടുകൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃത്വം വഴി മാനവവംശത്തെ തൻ്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കാൻ കനിയുമാറാകട്ടെ. ജീവന്റെ ഉടയവനെ സ്വീകരിക്കാൻ അർഹയായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ഭക്തി നിർഭരമായ മനസ്സങ്ങളോടെ ഈ ദിനം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയാനന്ദവും സ്വർഗീയ ദാനങ്ങളും സംപ്രാപിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ കേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ അതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ലേഹത്തിനുമീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദൈവം. ഓ മാതേ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. വിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൻ പനിനീർപ്പൂ പോലെ നീർച്ചാലിൻ നെഴിലിൽ പോലെ മാതേ മരിയേ, നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. ഓ മാതേ മരിയേ, നീ
നമ്മുടെ ബാനാശ്ശേരി ഇടവകയിലെ കോയിപ്പറമ്പിൽ ഡൊമിനിക് കുഞ്ഞപ്പൻ എന്ന നിര്യാതനായി. 12:30 അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം. പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുക.